الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين. اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله. اللهم إنك قهار فقهرت بالقهر والقهر بقهر قهرك يا قهار يا الله. يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله. يا نور تنورت بنور نورك يا نور يا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون. وقال النبي صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. قيل ومن أبى يا رسول الله؟ فقال صلى الله عليه وسلم من أطاعني دخل الجنة ومن عصاني فقد أبى. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بود در انجیل نام مصطفى بود در انجیل نام مصطفى آن سرتے انبر بحر صفا آن سرتے انبر بحر صفا. സ്നേഹ ബഹുമാനത്തോടെ നിറഞ്ഞ ആദരണീയരായ ബഫഖി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബഫഖി തങ്ങൾ അവരുടെ
പണ്ഡിതന്മാരെ, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവന്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു നല്ല മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ മജ്ലിസ്, സാദാത്തുക്കളുടെ സാരവത്തായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സ് അല്ലാഹു ഒരു കാരണമാക്കി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയി ഖബറിന്റെ ഏകാന്തതകളിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറുകളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി പരിലസിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നമ്മൾ കൂടിയ കാരണം കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. നമ്മുടെ ഖൽബുകളിലുള്ള നീറുന്ന നൂറ് പ്രശ്നങ്ങൾ അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് പരിഹാരം നേടി തരുമാറാകട്ടെ. നമ്മുടെ കടങ്ങളെ അല്ലാഹു വീട്ടി തരുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു ഈ സദസ്സ് കൊണ്ട് പരിഹാരം തരുമാറാകട്ടെ. ബീഭത്സമായ നരകം എന്ന വിഷയത്തെ അധികരിച്ചു വേണം നമുക്ക് സംസാരിക്കാൻ. അല്ലാഹു ഹഖ് പോലെ പറയുവാനും അത് കേട്ട് ഒരു നല്ല ജീവിതം നയിക്കുവാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടെ ഒന്ന് അടുത്തു വരണം. ഒരുപാട് അകലെ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നുന്നു. പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണ്ട, ആ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഒന്ന് എഴുന്നേറ്റ്, സുഖമില്ലാത്തവരും എഴുന്നേക്കണ്ട, ആ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഒന്ന് എഴുന്നേറ്റ്. കാരണം ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കണ്ടോ, നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പക്ഷെ സ്വലാത്ത് ഇങ്ങനെ കേൾക്കണില്ല. ഈ മണൽത്തരികൾക്കറിയാം ഹബീബിനെ, ആ നിൽക്കുന്ന മരത്തിനറിയാം ഹബീബിനെ, ഇങ്ങനെ ഈ മരത്തിനറിയാം ഹബീബിനെ. നിങ്ങൾ ഈ മരത്തോട് ചോദിച്ചു നോക്കൂ, ഹബീബിനെ അറിയുമോ എന്ന്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആവേശത്തോടെ, നിങ്ങളെ ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റേജിലേക്കല്ല സ്വാഗതം ചെയ്യുന്നത്, ഇൽമ പറയുന്ന സദസ്സിലേക്കാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി ലോകത്ത് ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗങ്ങളിൽ ഒന്നാമത്തെ സ്വർഗം എവിടെയാണെന്നറിയോ? എന്റെ മദീനയിൽ, എന്റെ ഖബറു ശരീഫിന്റെയും മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം, എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്, സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ്. ഇതേ വാചകം പ്രയോഗിച്ച ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മജ്ലിസുൽ ഇൽമി, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സഹോദരങ്ങളെ, ഇൽമ പറയുന്ന മജ്ലിസ് വിജ്ഞാനമാതങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പൊളിറ്റിക്കൽ സ്റ്റേജ് പോലെ കാണാതെ, ഒരു രാഷ്ട്രീയ സദസ്സ് പോലെ കാണാതെ, നിങ്ങൾ നോക്കൂ, പഴയ കാലത്തൊക്കെ ഒരു വയലുണ്ടെന്ന് കേട്ടാൽ ഈ നാട് മുഴുവനും ഇളകി വയലിന്റെ സദസ്സിലേക്ക് വരുമായിരുന്നു.
കാരണം എന്താണ്? അവരുടെ കൽബിലൊക്കെ അറിയാം, അല്ലാഹുവേ ഞാനൊരു പാപി, ഞാൻ മോശക്കാരൻ, ഞാൻ തെറ്റുകാരനാണ് തമ്പുരാനെ, ഞാൻ കുറ്റക്കാരനാണ് തമ്പുരാനെ, ഒരു സുഹൃതവും എന്റെ ജീവിതത്തിൽ ഇല്ല അല്ലാഹ്, ഒരു നന്മയില്ലാത്തവനാണ്, തിന്മകൾ മാത്രം ചെയ്തവനാണ്, തെറ്റുകളിലൂടെ സഞ്ചരിച്ചവനാണ്, ഒരു നന്മയും എന്റെ സമ്പാദ്യമായി എനിക്കില്ലാത്തവനാണ്, ഞാൻ നന്മയില്ലാത്തവനാണ്, ഒരു സമ്പാദ്യവും എനിക്കില്ല. പക്ഷേ ഒരു ഇൽമിന്റെ സദസ്സ് ഇവിടെ നടക്കണ്ടല്ലോ, ആ സദസ്സിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ പൊരുത്തം സിദ്ധിച്ചു പോയ സാദാത്തുക്കൾ ഉണ്ടാകും, അള്ളാഹുവിന് പിരിശമുള്ള ഉലമാക്കൾ ഉണ്ടാകും, അള്ളാഹു പൊരുത്തപ്പെട്ട മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളും ഉണ്ടാകും. അവരുടെ കൂടെ ഞാൻ ഇരുന്നിട്ട് അവരോടൊപ്പം ഞാനും ആമീൻ ചൊല്ലി, ഞാനും ആ മജ്ലിസിൽ പങ്കാളിയായി എനിക്കും എന്റെ ഖബർ, എന്റെ ദുനിയാവ്, എന്റെ ആഖിറം രക്ഷപ്പെട്ടാലോ എന്ന ഉന്നതമായ ഉദാത്തമായ ചിന്ത മുൻഗാമികളായ മഹാന്മാരുടെ ഖൽബിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇൽമിന്റെ മജ്ലിസുകൾ പഴയ കാലത്ത് നിറഞ്ഞ് സമൃദ്ധമായിട്ടുള്ളത്. അല്ലാഹു ആ വിചാരം നമ്മുടെ ഖൽബുകളിൽ നിറച്ചു തരട്ടെ, ആ വിചാരം നമ്മുടെ ഖൽബുകളിൽ നിറച്ചു തരട്ടെ. ഇന്ന് പലപ്പോഴും പലരും വഴുതിന് വരുന്നത് എന്തിനാണ്? എങ്ങനെ ഉണ്ടാവും മുസ്ലിയാര്? അത്യാവശ്യം കോമഡിയൊക്കെ പറയുവോ? നമുക്ക് ചിരിക്കാൻ പറ്റുമോ? രസിക്കാൻ പറ്റുന്ന വല്ലതും പറയുവോ? എന്തൊക്കെയായിരിക്കും? സിനിമാ പാട്ടൊക്കെ പാടുവോ? ഒരു സിനിമ കണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുവോ? അങ്ങനെ പല രീതിയിലും പലരും പലതും ചിന്തിച്ചിട്ടാണ് വഴുതിന് വരിക. എങ്ങനുണ്ട്? അയാൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട്? അയാൾ എന്തൊക്കെയാണ് പറയാ? അങ്ങനെ അളക്കാൻ വരുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. പഴയ കാലത്ത് മുൻഗാമികൾ വഅദിന് വരുമ്പോൾ അവരുടെ ഖൽബിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഞാൻ കുറഞ്ഞവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ആ സദസ്സിൽ പോയിരുന്നിട്ട് എനിക്ക് ആ സദസ്സിന്റെ പവിത്രത നേടണം, ആ സദസ്സിന്റെ അനുഗ്രഹം നേടണം. അവിടുത്തെ സാദാത്തുക്കളുടെ സാരവത്തായ സാന്നിധ്യമുള്ള ഹബീബായ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിരയിലൂടെ ഒഴുകുന്ന, അവിടുത്തെ ചോര ധമനികളിലൂടെ പ്രവഹിക്കുന്ന, അവിടുത്തെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു സാദാത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഇൽമിന്റെ സദസ്സ് നടക്കുമ്പോൾ പാപിയായ മോശക്കാരനായ തെറ്റുകാരനായ ഞാൻ ആ സദസ്സിലെ സീറ്റിൽ പോയി ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് അവിടുത്തെ ദുആയിലൊന്ന് ആമീൻ പറഞ്ഞിട്ട് ഞാൻ അനുഗ്രഹീതനായാലോ, ഞാൻ എന്റെ ദുനിയാവിൽ രക്ഷപ്പെട്ടാലോ, എന്റെ ഖബറിൽ എനിക്ക് വിജയം കിട്ടിയാലോ, എന്റെ പരലോകത്ത് ഞാൻ രക്ഷ പ്രാപിച്ചാലോ, എനിക്ക് സ്വർഗത്തിന്റെ പറുദീസകൾ മലർക്ക തുറക്കപ്പെട്ടാലോ, നരകത്തിന്റെ കവാടങ്ങൾ എന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടാലോ എന്ന ഉദാത്തമായ ഉത്തുംഗമായ ചിന്ത നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, നമ്മുടെ മുന്നോറുകളായ ആളുകൾ അവർ വെച്ചു പുലർത്തിയിരുന്നു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ വീണ്ടും എല്ലാ സഹോദരങ്ങളെയും ഈ മജ്ലിസിലേക്ക് ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ബീഭത്സമായ നരകം എന്ന വിഷയത്തെ അധികരിച്ച് നമുക്ക് സംസാരിക്കണം. സഹോദരങ്ങളെ, നരകം എവിടെയാണ് തുടങ്ങുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകം തുടങ്ങുന്നത് ഖബറിൽ വെച്ചാണ്. ഒന്നുകിൽ ഒരു മനുഷ്യന്റെ ഖബർ റൗളത്തുൻ മിൻ റിയാലിൽ ജന്ന, റൗളത്തുൻ മിൻ റിയാലിൽ ജന്ന, സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട ഒരു ആരാമമാണ് ഒരു മനുഷ്യന്റെ ഖബർ. അതല്ലെങ്കിലോ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, ഹബീബ് മുഹമ്മദ് മുസ്തഫ നാരകീയമായ അഗ്നികുണ്ടാരങ്ങളിൽപ്പെട്ട ഒരു കുണ്ടാരമായി ഖബർ മാറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഖബറിൽ നരകം ആരംഭിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഖബറിൽ അവന്റെ സ്വർഗം തുടങ്ങുകയാണ്. ഓ നല്ലവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ജീവിതം തന്നത് എന്തിനാണെന്നറിയുമോ? എന്തിനാണ് അല്ലാഹു നമുക്ക് ജീവിതം തന്നത്?
കള്ളു കുടിക്കാനല്ല, പെണ്ണ് പിടിക്കാനല്ല, ചൂത് കളിക്കാനല്ല, പലിശ ഇടപാട് നടത്താനല്ല. അള്ളാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും നല്ലൊരു ജീവിതം നയിക്കാനാണ്. അള്ളാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും നല്ലൊരു ജീവിതം നയിക്കാനാണ്. കണ്ടില്ലേ, മഹാനായ തഴവ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നും സുഹൃത്തേ നീ അശ്രദ്ധൻ തന്നെയോ, നീ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ. ഇന്നും സുഹൃത്തേ നീ അശ്രദ്ധൻ തന്നെയോ, നീ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ. നീ ഭൗതികത്തിൽ ആണ്ട് പൂണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നരകം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആ നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടെന്ന ബോധമില്ലാതെയാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? അല്ലാഹു ആ നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും പ്രവേശിക്കുകയില്ലെന്നാണോ ഞാനും നിങ്ങളും നനച്ചു വച്ചിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു فأن له نار جهنم خالدا فيها ذلك الخزي العظيم. അവർക്കറിയില്ലയോ ആരാണ് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നത്, ആരാണ് അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്നോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളോട് ചോദിക്കുകയാ, ആരാ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നത്, ആരാ അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുന്നത്? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വെല്ലുവിളിക്കുന്ന ആളുകൾ അവർക്ക് നരകമുണ്ട്. കത്തിക്കാളുന്ന നരകമില്ലയോ, ഭീകരമായ അപമാനമില്ലയോ, അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ വീട്ടിൽ നിന്ന് തെരുവിന്റെ കവലയിൽ ഇറങ്ങിയിട്ട് ആരാടാ അല്ലാഹു, ആരാടാ റസൂലുള്ളാഹ് എന്ന് വിളിക്കലല്ല. അല്ലാഹുവിനെ വെല്ലുവിളിക്കലെന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കണേ. എത്ര പള്ളികളായ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, സ്വർഗം തരാം, സ്വർഗം തരാം, നിങ്ങൾ വരുവീൻ, നിസ്കരിക്കാൻ വരുവീൻ. 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 വട്ടവാ എന്നെ വിളിച്ച്, നമ്മളെ വിളിച്ച്. നമ്മളിൽ എത്ര പേരാ നിസ്കാരം നിർവഹിച്ച്? നിസ്കരിക്കാതെ നടക്കുന്നവൻ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവനാണ്. നിസ്കരിക്കാതെ നടക്കുന്നവൻ അല്ലാഹുവിന്റെ ഹബീബിനെ വെല്ലുവിളിക്കുന്നവനാണ്. പുന്നാര നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. ശ്രദ്ധിച്ച് ഞാൻ കേൾക്കണം ഈ ഹദീസ്, ശ്രദ്ധിച്ച് നമ്മൾ ഓരോരുത്തരും കേൾക്കണം ഈ ഹദീസ്. എല്ലാ ജനങ്ങളും സ്വർഗത്തിലാണ്. മുഅ്മിനീങ്ങൾ മുഴുവനും സ്വർഗത്തിലാണ്. കുല്ലു ഉമ്മത്തി
യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗ്ഗത്തിലാണ്. ഇല്ലാ മൻ അബാ, അനുസരണക്കേട് കാട്ടിയ ആളുകൾ ഒഴികെ, വിസമ്മതിച്ചു നിന്ന ആളുകൾ ഒഴികെ. സഹാബിമാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖീല വമൻ അബാ വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവര്? വിലങ്ങി നിന്ന ആളുകളാരാ? വിസമ്മതം പ്രകടിപ്പിച്ച ആളുകളാരാ? അനുസരണം കെട്ട ആളുകളാരാ? അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, മൻ അതാനി ദഖലൽ ജന്ന, മൻ അതാനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിക്കുന്നവൻ അവൻ സ്വർഗത്തിലാണ്, എന്നെ അനുസരിക്കാത്തവനോ അവൻ നരകത്തിലാണ്. കള്ളു കുടിച്ചവനെ, ചൂത് കളിച്ചവനെ, പലിശ ഇടപാട് നടത്തിയവനെ, വ്യഭിചരിച്ചവനെ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത് തെരുവിന്റെ കവലയിൽ നിന്ന് പകിട കളിച്ചവനില്ലയോ, പഞ്ചീസ് കളിച്ചവനില്ലയോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന് ഉത്തരം ചെയ്യാതെ, അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാതെ, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ വായു ശ്വസിച്ച്, അല്ലാഹുവിന്റെ ആരോഗ്യം ആസ്വദിച്ച്, അല്ലാഹുവിന്റെ ശരീരം ആസ്വദിച്ച് ജീവിച്ചവനില്ലയോ? അവൻ നരകത്തിന്റെ പാട്ടിക്കാരനാണ്, അവൻ സ്വർഗം കിട്ടുകയില്ല. 5 നേരം നിസ്കരിച്ചവരുണ്ടോ? അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരുണ്ടോ? കള്ളു കുടിക്കാത്തവരെ, വ്യഭിചരിക്കാത്തവരെ, ചൂത് കളിക്കാത്തവരെ, പലിശ ഇടപാട് നടത്താത്തവരെ, ആലിമീങ്ങളെ തെറി പറയാത്തവരെ, തങ്ങന്മാരെ അനാദരിക്കാതെ അവരെ ആദരിച്ചവരെ, നിങ്ങൾക്ക് സ്വർഗമാണ്, നിങ്ങൾക്ക് സ്വർഗമാണ്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. സ്വർഗീയവാസികളിൽ സഹോദരങ്ങളെ സഹിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ജഹന്നം എന്ന് പറയുന്ന നരകമുണ്ടല്ലോ, ആ നരകം അത് ഭീകരമാണ്, അത് ഭീഭത്സമാണ്, അത് ഭീമാകാരമാണ്, അത് ഭയാനകമാണ്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലി വമസലുകും കമസലി റജുലിൻ ഔഖദ നാറാ, മസലി വമസലുകും കമസലി റജുലിൻ ഔഖദ നാറാ. എന്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് അറിയുമോ? ഒരു മനുഷ്യൻ തീ കത്തിച്ചു വെച്ചു, അയാൾ ആ തീയിലേക്ക് സുബ്ഹാനല്ലാഹ് ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം നോക്കുമ്പോൾ കുറെ പ്രാണികൾ, കുറെ ജീവികൾ, അതെല്ലാം ആ തീയിലേക്ക് വീഴാൻ വേണ്ടി ആ തീയിൽ ഇങ്ങനെ ആകൃഷ്ടരായി ആ തീയിലേക്ക് ചാടി മരിക്കാൻ വേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്, വഅന ആഖിദും ബിഹുജസികും അനിൻ നാർ വഅൻതും തുഫ്ലിതൂന മിൻ യദി. ഞാൻ ആ പ്രാണികൾ വീഴാൻ പോകുന്ന ആളുകളെ സുബ്ഹാനല്ലാഹ് വീഴാൻ വേണ്ടി, പക്ഷി പ്രാണികൾ അതിലേക്ക് വീഴാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവകളുടെ അരക്കെട്ടിൽ പിടിച്ച് ഞാൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങൾ നരകത്തിലേക്ക് വീഴാൻ പോകുന്നു. ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി, കള്ളുകുടിച്ച് പലിശ പേടിച്ച്
ധിക്കാരം കാണിച്ച് അള്ളാഹുവിനെ എതിർത്ത് ഞാനും നിങ്ങളും ജീവിച്ച് നരകത്തിലേക്ക് എടുത്തു ചാടാൻ പോകുമ്പോൾ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വഅന ആഖിദും ബിഹുജസികും അനിന്നാർ, ഞാൻ നിങ്ങളുടെ പിരടികളിൽ പിടിച്ച്, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ചിട്ട് ആ നരകത്തിൽ നിങ്ങൾ വീഴാതെ ഞാൻ കാക്കുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. പക്ഷേ വഅൻതും തുഫ്ലിതൂന മിൻ യദീ വഅൻതും തുഫ്ലിതൂന മിൻ യദീ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വഴുതി, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ചറുകി, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് സ്വമേധയാ സ്ലിപ്പായി നരകത്തിലേക്ക് സ്വയം ആപതിക്കുകയാണ്. നരകത്തിലേക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എത്ര പ്രയാസം സഹിച്ചു. 2 കൊല്ലക്കാലം ആ അബൂ താലിബ് എന്നവരുടെ താഴ്വാരയിൽ ഞാൻ പച്ചിലകൾ ഭക്ഷിച്ചു കിടന്നു. ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു. വിശന്ന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. 29 വർഷക്കാലത്തെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നോ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിലാണ് ഭക്ഷണം കിട്ടാതെ അരമുണ്ടുറുക്കി കെട്ടിയിട്ടു മതിയാകാതെ വന്നപ്പോൾ കല്ലെടുത്ത് വയറിനോട് ചേർത്തു വെച്ച് സഹാബിമാര് വന്നിട്ട് പൊക്കി കാണിക്കുകയാണ് കുപ്പായം. യാ റസൂലല്ലാഹ്, വിശക്കുന്നു നബിയേ. ആരാ ചോദിക്കുന്നത് സഹോദരങ്ങളെ? ആരാ ചോദിക്കുന്നത് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് വിശക്കുന്നു നബിയേ, ഞങ്ങളുടെ അരമുണ്ടുകൾ ഞങ്ങൾ ഇറുക്കി ഉടുത്തിട്ട് രക്ഷയില്ല, ഞങ്ങളുടെ വയറ്റിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാ നബിയേ എന്ന് അവലാതി പറഞ്ഞ് സഹാബിമാര് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുന്നിൽ വന്ന് നിന്നിട്ട് അവിടുന്ന് കുപ്പായം ഇങ്ങനെ ഉയർത്തുമ്പോൾ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയരായ സാദാത്തുക്കൾ നമ്മുടെ മജ്ലിസിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനായ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളീയ സമൂഹത്തിന് സമ്മാനിച്ച മഹാനായ ബാഫഖി തങ്ങളെന്ന ശ്രേഷ്ഠനായ വലിയ മനുഷ്യന്റെ പൊന്നോമോൻ നമ്മുടെ ഈ നാടിന് വലിയ അനുഗ്രഹമായി അല്ലാഹു നമുക്ക് വരദാനമായി സമ്മാനിച്ച സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ, അല്ലാഹു അവിടുത്തേക്ക് ദറജകളെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തേക്ക് അല്ലാഹു എല്ലാ ബറക്കത്തും എല്ലാ ആഫിയത്തും എല്ലാ ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു അവിടുത്തെ സാരവത്തായ സാന്നിധ്യവും ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനയും കൊണ്ട് അനുഗ്രഹീതമായ നല്ല മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു എല്ലാ അർത്ഥത്തിലും ഈ മജ്ലിസ് അനുഗ്രഹിക്കപ്പെട്ട മജ്ലിസാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആദരണീയരായ സാദാത്തുക്കളുടെ സാരവത്തായ സാന്നിധ്യവും പ്രാർത്ഥനയും ലഭിച്ച ഈ മജ്ലിസിലേക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ അർത്ഥത്തിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബിമാര് വന്ന് അവരുടെ വയറ്റിൽ വെച്ച് കെട്ടിയ ഒരു കല്ല് ഇങ്ങനെ ഉയർത്തി കാണിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖമീസ് ഇങ്ങനെ ഉയർത്തുമ്പോൾ 2 കല്ലുകളാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. എന്തിനാണ് ഇത്രമേൽ പ്രയാസം അവിടുന്ന് സഹിച്ചത്? ഉമ്മത്തികളായ എന്നെയും നിങ്ങളെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്.
നരകത്തിന്റെ ഭീകരമായ ബീഭത്സമായ തീയിൽ നിന്ന് എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്താനാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ തീയുണ്ടല്ലോ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഒരു ലാമ്പെടുത്ത് വെച്ച് കത്തിക്കണം. എന്നിട്ട് ആ ലാമ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ദുനിയാവിലെ തീയിലേക്ക് ഞാൻ എന്റെ കൈകളെ ഇങ്ങനെ നീട്ടിവെക്കണം. കഴിയുമോ? ആർക്കാണ് ധൈര്യമുള്ളത്? ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ നെവർ മൈൻഡ് ആയിട്ട് കാണാറുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ, ധൈര്യമുണ്ടോ എന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ പോയി ഒരു തീപ്പെട്ടി എടുത്ത് ഉരസിയിട്ട് ആ തീപ്പെട്ടിക്കോൽ ഇങ്ങനെ നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ചിട്ട് ഇടത്തെ കൈയുടെ ചൂണ്ടുവിരല് ആ തീപ്പെട്ടിക്കോലിന്റെ നേരെ നിങ്ങൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് സമയത്തേക്കൊന്ന് പിടിക്കാമോ? സാധ്യമല്ല സഹോദരങ്ങളെ, സാധ്യമല്ല. ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധ്യമല്ല. എന്നാൽ ഹബീബ് പറയുകയാണ്, നാറുക്കും ഹാദിഹി അല്ലതി യൂഖു ബനു ആദം ജുസ്അൻ വാഹിദൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യൻ കത്തിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, ദുനിയാവിലെ തീ, ആ തീ നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ബനു ആദം ജുസ്അൻ വാഹിദുൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നരകത്തീയുടെ 70-ൽ ഒരു അംശം തീയാണ് ദുനിയാവിലെ തീ. ആ തീ പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെങ്ങനെയാണ് ആഖിറത്തിലെ തീയെ ഞാൻ സഹിക്കുക? ആഖിറത്തിലെ തീയെ സഹിക്കാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധ്യമല്ല സഹോദരങ്ങളെ. ദുനിയാവിലെ തീ പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആഖിറത്തിലെ തീയുടെ അവസ്ഥ എന്താണ്? ദുനിയാവിലെ തീയുടെ 70 ഇരട്ടിയാണ് ആഖിറത്തിലെ തീയുടെ പവർന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ നരകത്തെ സംബന്ധിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകത്തിലെ തീയെ പറ്റി ഹബീബ് മദീനയിലെ പള്ളിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു വൃദ്ധനായ സഹാബി സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അതാ ഹബീബായ തങ്ങൾ ഭീകരമായ നരകത്തിന്റെ ബീഭത്സതയെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ ആ മദീനയിലെ പള്ളിയിൽ തടിച്ചുകൂടിയ സഹാബിമാരിൽപ്പെട്ട ഒരു വൃദ്ധനായ സഹാബി ഹൃദയം പൊട്ടിയിട്ട് ലോകത്തോട് വിട പറയുകയാ. ഹൃദയം പൊട്ടിയിട്ട് ലോകത്തോട് വിട പറയുകയാ. അന്നേരത്തെ ഹബീബ് പറയുകയാണ്, ذلك لمن خاف مقامي وخاف وعيد. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ഈ ഖുർആനായത്ത് ഓതുകയാണ്. എന്റെ തിരുസാന്നിധ്യവും എന്റെ താക്കീതും ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രം എന്റെ തിരുസന്നിധാനവും സുബ്ഹാനല്ലാഹ്, താക്കീതും ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. മദീനയിലെ പള്ളിയിൽ വെച്ച് ഇൽമിന്റെ സദസ്സിൽ വെച്ച് നരകത്തിന്റെ ഭീകരതയെ പുന്നാര ഹബീബ് പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വൃദ്ധനായ സ്വഹാബി അത് കേട്ട് ഹൃദയം പൊട്ടി അങ്ങ് മരിച്ചുപോയി. എന്തൊരു വലിയ സൗഭാഗ്യമാണ്! ഹബീബ് പറയുകയാണ്, ഇതൊരു മഹാ സൗഭാഗ്യമാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യനോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, നീ ഇന്ന് വൈകുന്നേരം മരണപ്പെടും. അദ്ദേഹം ആകെ ബേജാറിലായി, ബന്ധപ്പാടിലായി, വെപ്രാളത്തിലായി, പ്രയാസത്തിലായി. ആ മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത്, പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ലോകത്ത് നിന്ന് ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞു പോകുമല്ലോ നബിയേ.
ഞാൻ എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് ചോദിച്ചു, നിസ്കരിക്കട്ടോ നബിയേ, നോമ്പ് പിടിക്കട്ടോ നബിയേ, ഉംറ ചെയ്യട്ടോ നബിയേ, സദഖ ചെയ്യട്ടോ നബിയേ? എന്തൊരു സുഹൃതമാണ് ഞാൻ ചെയ്തു തീർക്കേണ്ടത്, ഏതൊരു നന്മയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? എന്നേക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ലോകമായ ലോകത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞു പോകുമല്ല നബിയേ. അന്നേരത്തെ ഹബീബ് പറഞ്ഞു, നിസ്കരിക്കാൻ പറഞ്ഞില്ല, നോമ്പെടുക്കാൻ പറഞ്ഞില്ല, നീ ഇൽമു പഠിക്ക്, പോയി ഇൽമു പഠിക്ക്. من سلك طريقا نلتمس فيه علما سهل الله له طريقا إلى الجنة. محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ ഇൽമിന്റെ സദസ്സിൽ, ഇൽമിന്റെ മജ്ലിസിൽ, ഇൽമിന്റെ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവനാണ്. ഈ സഹാബി എത്ര ഭാഗ്യമുള്ള സഹാബിയാണ്. നരകത്തെ പറ്റി ഹബീബായ തങ്ങൾ നേതൃത്വം നൽകുന്ന ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ആ നരകത്തിന്റെ ഭീകരതയെ പറ്റി ഹബീബ് പറഞ്ഞത് കേട്ട് അവിടുന്ന് ഹൃദയം പൊട്ടിയങ്ങ് മരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവായിരുന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാജകീയമായ സിംഹാസനം ഉപവിഷ്ടനായിരുന്ന രാജാവായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. കൊട്ടാരത്തിൽ കിടന്നില്ല, പട്ടുമെത്തയിൽ കിടന്നില്ല. ഞാൻ കിടക്കുന്നത് AC റൂമിലാണ്, അവർ AC റൂമിൽ കിടന്നില്ല, കീറപ്പായയിൽ കിടന്ന മഹാനാണ്. എപ്പോഴാ സഹോദരങ്ങളെ, രാജാവായിരിക്കുന്ന സമയത്തും കീറപ്പായയിൽ കിടന്ന മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. നിങ്ങളൊക്കെ പഴയ കാലത്ത് ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ട് ഏതാ? ഉണ്ടോ സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇത് സിനിമാ പാട്ടല്ല, ആൽബം പാട്ടല്ല, പഴയ കാലത്ത് ഏതോ ഒരു നല്ല കവി പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് ഇന്നത്തെ കാലത്തെ പാട്ട് കണ്ടിട്ട് ആളുകൾ, ആണുങ്ങൾ പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ പോകാണ്. ഇന്നത്തെ പാട്ട് കേട്ടിട്ട് ആൺപിള്ളേര് പെൺപിള്ളേരെ ലൈനടിക്കാൻ പോകാണ്. ഇന്നത്തെ പാട്ട് കേട്ടിട്ട് ലോകത്ത് മുഴുവനും ഗുലുമാലാകാൻ പോകാണ്. സുബ്ഹാനല്ലാഹ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ തിരികെ വരാം സഹോദരങ്ങളെ. ഈ പാട്ടുകാരൻ പറയുന്നത് ഒരു സഹാബിയുടെ ത്യാഗമാണ്. ഉണ്ടോ സഖീ, ഉണ്ടോ സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആരോട് പറയുകയാ, ആരോട് ചോദിക്കുകയാ? രാജാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള്, രാജാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ കൽബിലൊരു ഭൂതിയുണ്ട്, എന്റെ കൽബിലൊരു ആശയുണ്ട്, എന്റെ മനസ്സിലൊരു അഭിലാഷമുണ്ട്, ഒരു കുലം മുന്തിരി കഴിക്കാൻ എന്റെ കൽബിലാശയുണ്ട്. നിന്റെ കയ്യിൽ ഒരു ദിർഹം എടുക്കാനുണ്ടോ? നിന്റെ കയ്യിൽ ഒരു ദീനാർ എടുക്കാനുണ്ടോ? എന്റെ കൽബിൽ ഒരു ആശയുണ്ട്, മുന്തിരി തിന്നാൻ. അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദിർഹവുമില്ലെന്നോ. അങ്ങാരാ, അങ്ങ് രാജാവാ, ഈ നാട് ഭരിക്കുന്ന രാജാവ്, ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഒരു മുന്തിരി തിന്നാൻ ഒരു ദിർഹം കയ്യിലെടുക്കാനില്ലാത്ത വിധം യാചകനായി പോയോ രാജാവേ, യാചകനായി പോയോ രാജാവേ.
സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ഭരണാധികാരികളെ പോലെ 100 രൂപ കിട്ടിയാൽ 80 രൂപ പോക്കറ്റിൽ വെച്ച് 20 രൂപ ജനോപകാരപ്രദമെന്ന് പറഞ്ഞ് ചെലവഴിക്കുന്ന പ്രഹസന നാടകങ്ങളുടെ ലോകമാണ് ഇന്നത്തെ ലോകം. സുബ്ഹാനല്ലാഹ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സഹോദരങ്ങളെ. ആ രാജാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനവറുകൾ കണ്ടില്ലേ, പാതിരാത്രി സമയമായപ്പോൾ അവിടുന്ന് നിസ്കരിക്കുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, നിസ്കരിച്ച് നിസ്കാരത്തിൽ ഒരു സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന സമയത്ത് രാജാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അവിടുന്ന് സുദീർഘമായ ഒരു സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഇന്ന ലദൈനാ കാലം വജഹീമാ വതുആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തിൽ നരകത്തെ പറ്റി പരാമർശിക്കുന്ന പരാമർശമാണ്. അല്ലാഹു പറയുകയാണ്, എൻ്റെ അടുക്കൽ ഭീകരമായ ശിക്ഷകളുണ്ട്. അല്ലാഹു വിശദീകരിച്ചു പറയുകയാണ്. ഈ ആയത്തങ്ങോട്ട് എത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന രാജാവ് ബോധം കെട്ട് നിസ്കാരത്തിൽ വീഴുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, സഹോദരങ്ങളെ, ഞാനിതൊക്കെ പ്രസംഗിക്കുന്നുവെന്നല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു പാതിരാത്രി സമയത്ത് എന്റെ റബ്ബിനെ പേടിച്ച് എഴുന്നേറ്റ് നിസ്കരിച്ച് നരകത്തെ ചിന്തിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സുകളോട് ചോദിച്ചു നോക്കുക. കണ്ടില്ലേ, അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി സമയത്ത് ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ അതാ വീട്ടിന്റെ ഒരു ഭാഗത്തെങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ ഒരൊറ്റ നൃത്തം തുടരുകയാണ്. മാലിക് ബിൻ ദീനാർ തങ്ങൾ അർദ്ധരാത്രി സമയത്ത് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് നിന്നു. ഒരൊറ്റ നൃത്തം. എവിടം വരെ? സുബ്ഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ നൃത്തം അങ്ങനെ തന്നെ നിന്നു. അന്നേരത്ത് ചോദിച്ചു, ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ പാതിരാത്രിയിൽ ഉറക്കം വരാതെ ഇങ്ങനെ ഈ ബെഡിന്റെ ചാരത്ത് എഴുന്നേറ്റ് ഒരേ നൃത്തം ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ്? സുബ്ഹി വരെ നിന്നതെന്തിനാണ്? അന്നേരത്ത് മഹാൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടുപോയി. എന്താണ് ഞാൻ കണ്ട സ്വപ്നം? എന്റെ ഭാര്യയല്ല, എന്റെ മക്കളെയല്ല, നരകം ഞാൻ സ്വപ്നം കണ്ടുപോയി. ആ നരകത്തിൽ കുറെ ചങ്ങലുകളും കൊളുത്തുകളും നരകവാസികളായ ആളുകളുടെ മേൽ ധരിക്കപ്പെടുന്നതായി ഞാനങ്ങ് സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പാതിരാത്രിയിൽ ആ നരകത്തിന്റെ ഭീകരത ഇങ്ങനെ ആലോചിച്ച് എഴുന്നേറ്റ് ചിന്തിച്ചു നിന്നതാണ്. എനിക്കുറക്കം വന്നില്ല. എന്റെ ജീവിതത്തിൽ എന്നാണ് ഒരു രാത്രിയിലെങ്കിലും, എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ, മോനെ സബിൻ ഷാ, ഈ ഫാൻ എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ എന്നോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ കണ്ടോ, ഇമാമുൽ അഅ്സം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാ? ഇമാമുൽ അഅ്സം ആരാന്നറിയുമോ? സുബ്ഹാനല്ലാഹ്,
ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്, 40 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള പണ്ഡിതനാണ്, വലിയ ആലിമാണ്, സ്വാലിഹാണ്, ആബിദായ മനുഷ്യനാണ്. അത് എന്റെ മേളിയുള്ള സാധനം ഇല്ലയോ മോനെ? മഹാനവറുകളുടെ ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഒരൊറ്റ ഇരുത്തമാണ്. മുഅദ്ദിൻ വിചാരിച്ചു എന്തു പറ്റി ഇമാം അവർക്ക്? സാധാരണയിൽ നിന്ന് വിപരീതമായി മുസല്ലയിൽ ഒരേ ഇരുത്തം ഇരിക്കുകയാണ്. ഇതെന്തു പറ്റിയതാ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരാതിരുന്നപ്പോൾ മുഅദ്ദിൻ പള്ളിയുടെ വാതിൽ ഇങ്ങനെ ചാരിയിട്ടങ്ങ് മടങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞിട്ടും ഇമാം അവറുകൾ പുറത്തിറങ്ങിയില്ല. അബൂ ഹനീഫ ഇമാം നിസ്കാരത്തിൽ നിന്ന് നിർവഹിച്ച അതേ മുസല്ലയിൽ അതേ ഇരുത്തം ഇരിക്കുകയാണ്. സുബ്ഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി മുഅദ്ദിൻ സാഹിബ് പള്ളിയിലേക്ക് കടന്നു വന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അബൂ ഹനീഫ ഇമാം അതേ ഇരുത്തം ഇരിക്കുകയാണ്. മെല്ലെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇമാമുൽ അഅ്ലം തങ്ങളെ, എന്തു പറ്റിയതാ? വല്ല രോഗവും പിടിപെട്ടോ? വല്ല വിഷമവുമുണ്ടോ? അവിടുന്ന് ഇശാ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയില്ലേ? ഇതുവരെ പോയില്ലേ? അന്നേരത്തെ മഹാനവറുകൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇതുവരെ വീട്ടിൽ പോയില്ലയോ? നിങ്ങൾ ഇതുവരെ പുരയിൽ പോയില്ലയോ? നേരത്തെ മുഅദ്ദിൻ പറഞ്ഞു, ഞാൻ നിസ്കാരം നിർവഹിച്ച് അവിടുന്ന് വരുന്നതും കാത്തു കുറെ നേരം പള്ളിയുടെ പുറത്ത് നിന്നു, പക്ഷേ അവിടുന്ന് വന്നില്ല. എന്തെങ്കിലും ഇബാദത്തിലായിരിക്കുമെന്ന് കരുതി ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതെ ഞാനൊന്ന് ചാരിയിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ്. സുബ്ഹിക്ക് ബാങ്ക് വിളിക്കാൻ വന്നതാണ്. ഇതുവരെ അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല. അവിടുന്ന് നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. തങ്ങളെ, എന്തു പറ്റി തിങ്കളെ? നേരത്തെ ഇമാം അവറുകൾ ചോദിക്കുകയാണ്, സുബ്ഹിയോ? നിങ്ങൾ ഇതെന്താണ് പറയുന്നത്? സുബ്ഹിക്ക് സമയമായെന്നോ? അതെ, സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ. സുബ്ഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ. സമയം സുബ്ഹിയായിരിക്കുന്നു തങ്ങളെ. നേരത്തെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാ, ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ കൽബിലേക്ക് ഒരു ആയത്ത്, ഞാൻ ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ കൽബിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഓർമ്മ വരികയാ. ആ ആയത്ത് ചിന്തിച്ച് ഞാൻ ഇരുന്നു പോയതാ. എന്റെ ഉറക്കം ഞാൻ മറന്നുപോയി, എന്റെ ഭക്ഷണം ഞാൻ മറന്നുപോയി, എന്റെ അത്താഴം ഞാൻ മറന്നുപോയി, എന്റെ വീട് ഞാൻ മറന്നുപോയി, എന്റെ നാട് ഞാൻ മറന്നുപോയി, ഞാൻ എവിടെയാണെന്ന് പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ സുബ്ഹിയുടെ സമയമായോ? സുബ്ഹിയുടെ സമയമായോ? ആ സഹോദരൻ ചോദിച്ചു, തങ്ങളെ, തങ്ങളെ, ഏത് ആയത്താ? ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ അവിടുന്ന് ഇരുന്നേ? ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ അവിടുന്ന് ഇരുന്നേ? നേരത്തെ ഇമാം അവറുകൾ പറയുകയാ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം ഞാനും നിങ്ങളും കേട്ടിട്ടുള്ള ആയത്താണ്. എന്റെ കൽബിൽ ഇതുപോലെ ഒരു ചിന്ത ഇന്നുവരെ വന്നിട്ടില്ല. നിങ്ങളിൽ എത്ര ആളുകളുടെ കൽബിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് സഹോദരങ്ങളെ? ഇത് ഞാൻ പ്രസംഗിക്കാനുള്ളതല്ല, എനിക്ക് ആലോചിക്കാനുള്ളതാണ്, എനിക്ക് ആത്മവിചാരണ നടത്താനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇമാം അവറുകൾ പറയുന്നു, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഒരുവൻ അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പ്രതിഫലം അവൻ കാണുന്നതാണ്.
അണുമണിത്തൂക്കം ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയെ അവൻ കാണുന്നതാണ്. ഈ ആയത്ത് ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തവൻ നരകത്തിൽ, നന്മ ചെയ്തവൻ സ്വർഗത്തിൽ എന്ന ആദർശമുള്ള ആശയമുള്ള ആ ആയത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ചിന്തിച്ച് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നേരം സുബ്ഹിയാകുന്ന സമയം വരെ അവിടുന്ന് അങ്ങ് ചെലവാക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകം എത്ര ഭീകരമാണ്, നരകം എത്ര തീവത്സമാണ്. ആ നാരകീയമായ അഗ്നികുണ്ഡാരങ്ങളിൽ എനിക്കോ നിങ്ങൾക്കോ പ്രവേശിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. അന്നാറു മൻസിലു അഹ്ലിൽ കുഫ്രി കുല്ലിഹിം തിബാഖുഹാ സബഅത്തുൻ മുസ്വദ്ദത്തുൻ ഖഫർ. മഹാന്മാര് പറയുകയാണ്, അന്നാറു മൻസിലു അഹ്ലിൽ കുഫ്രി കുല്ലിഹിം തിബാഖുഹാ സബഅത്തുൻ മുസ്വദ്ദത്തുൽ ഖഫർ. നരകത്തിൽ കറുത്തിരുണ്ട 7 ഗർത്തങ്ങളുണ്ട്. നരകത്തിൽ കറുത്തിരുണ്ട 7 ഗർത്തങ്ങളുണ്ട്. فيها العقارب والحيات قد تركت جلودهم كالبغاء للدهم والحمر. നരകത്തിൽ ആരാ? നരകത്തിൽ കൂട്ടായിട്ടുള്ളതാരാ? ഭാര്യമാരല്ല, മക്കളല്ല, ഇന്ന് നമ്മുടെ തോളെ കൈയിട്ട് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അല്ല. നരകത്തിൽ കൂട്ടായിട്ടുള്ളത് കറുപ്പും ചുവപ്പും കലർന്ന കഴുതകളുടെ തോലുകളുള്ള ഭീമാകാരന്മാരായ തേളുകളും പാമ്പുകളുമാണെന്ന്, തേളുകളും പാമ്പുകളുമാണെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുള്ളത്? കാളകളുടെ വലിപ്പമുള്ള തേളുകൾ. സുബ്ഹാനല്ലാഹ്. കാളകളുടെ വലിപ്പമുള്ള ഹയ്യാത്ത് പാമ്പുകൾ. ആ പാമ്പുകൾ നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരക ദുനിയാവിലെത്തി പറയും, പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആലോചിച്ചു നോക്ക്, ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീയിൽ നിന്നും 70 ഇരട്ടിയല്ല, 70-ൽ ഒരു അംശമാണ് ദുനിയാവിലെ തീ. ആ ദുനിയാവിലെ തീ അള്ളാഹുവോട് സഹായം ചോദിക്കുകയാണ്, കാവൽ ചോദിക്കും, പടച്ചോനെ എന്നെ നരകത്തിൽ നീ പ്രവേശിപ്പിക്കല്ലേ അല്ലാഹ്. അങ്ങനൊരു നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് എന്റെ കയ്യിലുള്ളത് സഹോദരങ്ങളെ, നിങ്ങളുടെ കൈകളിലുള്ളത് സഹോദരങ്ങളെ? നമ്മുടെ ഒരു സംവിധാനങ്ങൾക്കും നരകത്തിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ ഒരു സംവിധാനത്തിനും അള്ളാഹുവിന്റെ പണിഷ്മെന്റുകളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റികളിൽ ഒരു സിറ്റിയായ മദ്രാസ് എന്ന് പറയുന്ന മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിൽ അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴപ്രവാഹങ്ങൾ പെയ്യുകയുണ്ടായി. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, 10-15 മണിക്കൂർ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയായ മദ്രാസിന്റെ ഹൃദയഭാഗത്ത് അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ, അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ, മദ്രാസിൽ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയാണ്, അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കൊന്നും അവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ചിന്നിച്ചിതറി. മെർസിഡീസ് ബെൻസ് കാറുകൾ, റോൾസ് റോയ്സ് കാറുകൾ, കോടികൾ വിലയുള്ള ഓടി കാറുകൾ മദ്രാസിന്റെ തെരുവുകളിൽ സോപ്പ് പെട്ടികൾ പോലെ ഒഴുകി നടന്നു.
അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് പടച്ചവൻ പറഞ്ഞു, എന്റെ അദാബാണ്, എന്റെ അദാബാണ്. തടുക്കാൻ പറ്റുന്നവർ തടുത്തുകൊള്ളുക. അവിടെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, മിലിറ്ററി ഉണ്ടായിരുന്നു, DGP-മാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ അവരുടെ ഒരു സംവിധാനങ്ങൾക്കും ഒരു ടെക്നോളജിക്കും അതിനെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തെ തടുത്തു നിർത്താൻ എന്റെ കയ്യിലേത് പ്രൂഫാണ് ഉള്ളത് സഹോദരാ? വെടിയേറ്റാൽ കൊള്ളാൻ കഴിയാത്ത ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സുകൾ കണ്ടുപിടിച്ച ലോകത്തോട് ചോദിക്കുകയാ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സംവിധാനം എന്റെയോ നിങ്ങളുടെയോ കൈകളിലുണ്ടോ സഹോദരങ്ങളെ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരേ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. എന്താണ് ആ സംവിധാനം എന്നറിയുമോ? പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാ. പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാ. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ പാപിയാ തമ്പുരാനെ, ഞാൻ മോശക്കാരനാ തമ്പുരാനെ, ഞാൻ തെറ്റുകാരനാ തമ്പുരാനെ, ഒരു നന്മയും എന്റെ ജീവിതത്തിൽ ഇല്ല അല്ലാ. വാചക കസറത്തുകളല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല റബ്ബേ എന്ന് കൽബിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫിനാ ഖബ്ല ദാലിക്. പടച്ചവനെ, പടച്ചവനെ തമ്പുരാനെ, ചെയ്തുപോയ അപരാധങ്ങളുടെ മേൽ നിന്റെ നാരകീയമായ ശിക്ഷയിൽ എന്നെ നീ വിധേയപ്പെടുത്തല്ലേ അല്ലാ, എന്നെ വിധേയപ്പെടുത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുകയും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇട്ടു വീഴുകയും ചെയ്താൽ ആ കണ്ണുനീർ തുള്ളികൾക്ക് മാത്രമേ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ മലക്കുകൾ കത്തിക്കുന്ന നരകമില്ലയോ? സബാനിയാക്കളായ മലക്കുകളോട് അല്ലാഹു പറയും, ഖുദൂ ഖുഫഉല്ലോ തമ്മൽ ജഹീമ സല്ലൂ. പിടിക്കുവീൻ, പിടിക്കുവീൻ മലക്കുകളെ, കത്തിക്കാളുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് അവരെ വലിച്ചെറിയുവീൻ മലക്കുകളെ, അവരെ പിടിക്കുവീൻ, കത്തിക്കാളുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് അവരെ വലിച്ചെറിയുവീൻ മലക്കുകളെ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ദയയില്ലാത്ത മലക്കുകളില്ലയോ? കാരുണ്യമറിയാത്ത മലക്കുകളില്ലയോ? ആ മലക്കുകളുടെ കൽബിൽ അള്ളാഹു റഹ്മത്തിട്ട് കൊടുത്തിട്ടില്ല, അള്ളാഹു കാരുണ്യമിട്ട് കൊടുത്തിട്ടില്ല. അള്ളാഹു ആ മലക്കുകളുടെ കൽബിലേക്ക് ഒരു കരുണാസികൾ പറയും, ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ നീ നിർജീവാവസ്ഥയിലാക്കി, പടച്ചവനെ ഞങ്ങൾക്ക് നീ ജീവൻ നൽകി, തമ്പുരാനെ ഞങ്ങളിതാ നിന്നോട് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. നരകവാസികൾ നരകത്തിൽ കിടന്ന് നിലവിളിച്ചു പറയും, പടച്ചോനെ ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ജീവൻ തന്ന്, ജീവിതം തന്ന്, ഞങ്ങൾക്കെല്ലാം നീ തന്ന്, എന്നിട്ട് ഞങ്ങൾ നന്ദി കെട്ടവരായി ഒരുപാട് തെറ്റുകൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്തു. അല്ലാ, ഞങ്ങൾ അതൊക്കെ സമ്മതിക്കുകയാണ് റബ്ബേ. ഈ നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ വല്ല മാർഗങ്ങളുമുണ്ടോ പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് അവർ യാചിക്കുമ്പോൾ അല്ലാഹു പറയും അവരോട്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്ന് ഇവിടെ ആർക്കാണ് അധികാരമെന്നറിയുമോ? ലിമനിൽ മുൽക്ക്. ഇന്നേ ദിവസം ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? എനിക്കാണ് അധികാരം. ഇന്നലെ ഇവിടെ ആർക്കൊക്കെ മന്ത്രിമാർക്ക് എന്തൊരു അധികാരമാണ്? MLA-മാർക്ക് അധികാരമാണ്, DGP-ക്ക് അധികാരമാണ്, മുതലാളിമാർക്ക് അധികാരമാണ്. പക്ഷേ ആഖിറത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസം ആർക്കും അധികാരമില്ല. മാലിക് യൗമിദ്ദീൻ. നമ്മൾ 5 നേരവും സുബ്ഹാനല്ലാഹ് എത്ര വട്ടമാണ് സഹോദരങ്ങളെ ഓതുക?
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വിചാരണയുടെ ദിവസം, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ, അങ്ങനെ ഒരു ദിവസമുണ്ട്. നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങൾ നടക്കുന്നത് വാന നിരീക്ഷണങ്ങളാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഈ അടുത്ത സമയത്തല്ലേ മംഗൾയാൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ വിക്ഷേപിച്ചത്? മാർസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരുള്ള മംഗൾയാൻ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-25 എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ലക്ഷ്യമാക്കി മംഗൾയാൻ പോയി. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും കൂടുതൽ ഗവേഷണ മേഖലയിലേക്ക് തിരിഞ്ഞത് ആകാശ നിരീക്ഷണങ്ങളിലേക്കാണ്. കാരണം അതൊരു മഹാപ്രപഞ്ചമാണ്, അതൊരു ലോകമാണ്. എന്നാൽ അതേ സ്റ്റീഫൻ ഹോക്കിംഗും അയാളും ഒരു വലിയ വാന നിരീക്ഷകനാണ്. ഇന്ന് സൂര്യൻ അത് കത്തി കത്തി താഴെ വീഴുന്ന ഒരു സുദിനം വരാനുണ്ട് ലോകത്ത്. അതെന്നും ഇങ്ങനെ പ്രകാശിച്ച് കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിക്കുകയും പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ അസ്തമിക്കുകയും ചെയ്യുമെന്ന്. എന്നും ആ അസ്തമാനവും ആ ഭ്രമണ പദങ്ങളും യഥാവിധി കണ്ടിന്യൂസ് ആയി യഥാവിധി ആ വഴിയിൽ മാത്രമല്ല, അതിനൊരു പര്യവസാനമുണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ, അന്നേ ദിവസത്തെ അധികാരമാർക്കാണ്? എനിക്കോ നിങ്ങൾക്കോ അല്ല. ലിമനിൽ മുൽക്ക്, ആർക്കാ ഇന്നേ ദിവസം അധികാരമുള്ളതാർക്കാ? യൗമ യദൂ ആദമും അംബിയാ നഫ്സി 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 നഫ്സിയാ. അബൂലാബുൽ ബസർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ മുഴുവനും ആ പരലോകത്തെ ഭീകരമായ ഭീതിതമായ അവസ്ഥയിൽ നെട്ടോട്ടമോടുകയാണ്. യാ നഫ്സി യാ നഫ്സി യാ നഫ്സി, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് നിലവിളിച്ചുകൊണ്ട് മഹാത്മാരായ അമ്പിയാക്കളെ മുഴുവനും നെട്ടോട്ടമോടുന്ന സമയത്ത് യൗമ യദൂ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്നൊരേ ഒരു മനുഷ്യൻ മാത്രമാണ് മാടി വിളിക്കുക. അതാരാ സഹോദരങ്ങളെ? എന്റെയും നിങ്ങളുടെയും നേതാവായ ഖൽബിന്റെ അകത്തളത്തിലെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്തു വേണം? ഞാൻ അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ജീവിക്കണം. അവിടുന്ന് കാണിച്ചു തന്ന മാർഗത്തിലായി ഞാൻ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. ആ നിലയിൽ നമ്മളെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ സഹോദരങ്ങളെ. അത് വലിയ തൗഫീഖാണ്. നമ്മുടെ ഖൽബുകളിലേക്ക് എപ്പോഴെങ്കിലും നരകത്തെ പറ്റി ഒരു ചിന്ത വേണം. നല്ലതാണ്. നമ്മുടെ ഖൽബുകളിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നരകത്തിലെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ അവന്റെ പല്ല്, അവന്റെ സൂചിപ്പല്ലിന് പോലും ഉഹദ് മലയോളം വലിപ്പമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നമുക്ക് എത്ര വലിപ്പം ഉണ്ടാവും വെച്ചിട്ടാ നരകത്തില്? ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും, ഓ ഇതിപ്പോ എങ്ങനെ അപ്പൊ സൂചിപ്പല്ലിന് തന്നെ ഉഹദ് മലയോളം വലിപ്പം ഉണ്ടാവുമെന്ന. അത് വിശ്വസിക്കാത്ത പാടുള്ള കാര്യമാണ് സഹോദര. നിങ്ങൾ ഇന്നാട്ടുകാരായിരിക്കും. നിങ്ങൾ ഈ പ്രദേശത്തിന്റെ ബാക്ക് ഭാഗം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇന്നാട്ടുകാരായ ആളുകളോട് ചോദിക്കുകയാണ്, ഈ കാണുന്ന ഭൂമിയുടെ ബാക്ക് വശം, പുറകുവശം എത്ര ആള് കണ്ടിട്ടുണ്ട്? ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? ആ ബിൽഡിങ്ങിന്റെ പുറകുവശം എത്ര ആള് കണ്ടിട്ടുണ്ട്?
കണ്ടിട്ടില്ല. ഈ ഞാനും നിങ്ങൾ താമസിക്കുന്ന ഈ ചെറിയൊരു ഗ്രാമം പോലും പൂർണ്ണമായി ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ല. ഇങ്ങനെ 1000 ഗ്രാമങ്ങൾ കൂടിയതാണ് നമ്മുടെ കൊച്ചു കേരളം. ഇങ്ങനെ കേരളത്തെ പോലെ കേരളത്തിനെ ഇരട്ടി ഡബിളിന്റെ ഡബിളും വലിപ്പമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിയതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം. ഈ ഏഷ്യ ഭൂഖണ്ഡങ്ങൾ ഒരുപാട് ചേർന്നതാണ് സുബ്ഹാനല്ലാഹ് ഈ മഹാഭൂമി എന്ന് പറയുന്ന ഭൂമിയിലെ വൻകര. അതോ അതിൽ 4ൽ 3 വെള്ളമാണ്, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. അങ്ങനെയുള്ള ഈ ഭൂമിയെ അല്ലാഹു പടച്ചില്ലയോ? ഇതിന്റെ വ്യാസം എത്രയാണ്? ഇതിന്റെ ഭാരം എത്രയാണ്? ഇതിന്റെ ആഴവും പരപ്പും എത്രയാണ്? അങ്ങനെ സംവിധാനിച്ചു വെച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, മനുഷ്യ, നരകത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ സൂചിപ്പല്ല്, നിന്റെ ചെറിയ പല്ലിനെ നമ്മൾ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ വലിയ ഭീമാകാരനായ ഒരു മനുഷ്യനായിട്ടാണ് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുക. ആ നരകത്തിൽ കിടന്നിട്ട് മനുഷ്യൻ സുബ്ഹാനല്ലാഹ് അവനിങ്ങനെ കത്തി 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 തീരാനാകുകയാണ്. അവൻ വിചാരിച്ചു, എന്തായാലും ഞാൻ നരകത്തിൽ വീണു കത്തുകയാണ്, ഇനി കുറച്ചുകൂടി കത്തിയാൽ ഞാനങ്ങ് കത്തിച്ചാരമായി ചാമ്പലായി പോകും. അങ്ങനെ നിലച്ചിരിക്കുമ്പോൾ അവൻ കത്താൻ തുടങ്ങിയ പൂർവസ്ഥിതി ഏതാണോ ആ സ്ഥിതിയിലേക്ക് അല്ലാഹു അവനെ അങ്ങ് മറിക്കുന്നതാണ്. അവൻ വീണ്ടും ഭീകരമായ രൂപത്തിലേക്ക് വഴിമാറുകയാണ്, വീണ്ടും കത്തുകയാണ്. അവൻ അവിടെ കിടന്ന് നിലവിളിക്കും, പടച്ചവനെ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ, ദാഹിക്കുന്നേ ദാഹിക്കുന്നേ എന്ന് നിലവിളിക്കുമ്പോൾ അവനൊരു തരം പ്രത്യേക പാനീയം അള്ളാഹുവിന്റെ മലക്കുകൾ കുടിക്കാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാത്രം അവനിങ്ങനെ മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. നരകവാസിയായ മനുഷ്യൻ എനിക്ക് ദാഹിക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ എന്നിങ്ങനെ അത്യുച്ചത്തിൽ അവൻ വാവിട്ട് നിലവിളിച്ച് ആർത്തട്ടഹസിച്ച് കരയുന്ന നേരത്ത് അവന് കുടിക്കാൻ ഒരു പാനീയം കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിന്റെ പാത്രം അവനതാ അവന്റെ വായിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ചുട്ടുപഴുത്ത പാത്രമാണ്, പാത്രത്തിനകത്ത് കുടിക്കാൻ കൊടുത്ത പാനീയം ചുട്ടുപഴുത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകവാസികളുടെ ചലമാണ്, നരകവാസികളുടെ ചീഞ്ചലമാണ്. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് അതാ കൊഴിഞ്ഞു വരുന്ന ചലവും ചീഞ്ചലവും കലർന്ന ആ പാനീയം അവൻ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാനീയം അവന് കുടിക്കാൻ കൊടുക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാനീയം അവന്റെ വായിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാലോ അവന്റെ കുടല് മുഴുവനും കരിയുന്നതാണ്, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. ചൂടേറ്റു കുടലെല്ലാം ഉടൻ കരിയുന്നതാ, പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. അവൻ ആ പാനീയം കുടിക്കാതിരിക്കില്ല. കാരണം അവന്റെ മുഖത്ത് ഇങ്ങനെ ചൂടേറ്റിട്ട് അവന്റെ മുഖത്ത് നിന്ന് മാംസം ഉരുകി വീഴുകയാണ്. തിളച്ചു മറിയുന്ന ആ പാനീയം ദാഹാർത്തനായ നരകവാസിയായ മനുഷ്യൻ ആ ചൂടേറിയ പാനീയം എടുത്ത് വായിലേക്ക് ഒഴിക്കുകയാണ്. അവൻ അത്രമേൽ ദാഹമാണ്. ആ പാനീയം അവന്റെ ശരീരത്തിലേക്ക് കരയുമ്പോൾ അവന്റെ കുടല് മുഴുവനും ഞുറുങ്ങുകയാണ്.
അവന്റെ പിന്ദ്വാരത്തിൽ കൂടി അവൻ കുടിച്ച പാനീയം പുറത്തേക്ക് ഒഴുകുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ വേദനാജനകമായ ഒരവസ്ഥയാണ് സഹോദരങ്ങളെ. എനിക്കത് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? കള്ളു കുടിക്കുന്നവർ കള്ളു കുടിച്ചു കൊള്ളട്ടെ, പലിശ മേടിക്കുന്നവർ പലിശ മേടിച്ചു കൊള്ളട്ടെ, തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ തോന്നിവാസങ്ങളിൽ ഏർപ്പെടട്ടെ. അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ തന്റെ ഇടമുണ്ടെങ്കിൽ, നരകത്തിന്റെ ഭീകരതയിലേക്ക് അവർക്ക് നടന്നു പോകാൻ അവർക്ക് വലിയ മനസ്സുണ്ടെങ്കിൽ, അവർ സുബ്ഹാനല്ലാഹ് അവർ പോയിക്കൊള്ളട്ടെ. ആ നരകത്തിലേക്ക് പോകാൻ ഉറച്ച് കള്ളു കുടിച്ചു, പെണ്ണു പിടിച്ചു, ചൂത് കളിച്ച്, പലിശ ഇടപാട് നടത്തി, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തവർ ജീവിച്ചു കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്. നമുക്കത് താങ്ങാൻ പറ്റൂല. അന്നേരത്ത് സ്വർഗവാസികളോ അവരുടെ അവസ്ഥ കെങ്കേമമാണ്. അവര് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയമായ ബലവൃക്ഷങ്ങളുടെ തണലിൽ അവരുടെ ഇണകളോടൊന്നിച്ച് സ്വർഗീയ കട്ടിലുകളിൽ അവരുല്ലസിക്കുകയാണ്. സ്വർഗീയ കട്ടിലുകളിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണോ, മാമ്പഴം വേണോ, റുമ്മാൻ വേണോ, മുന്തിരി വേണോ, ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, എല്ലാം അവിടെ പോരാ. ഹൂറികളായ പെങ്ങന്മാര്, ഹൂറികളായ സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്, ഹൂറികളായ പെണ്ണുങ്ങളുണ്ട്. താരാട്ടുവാൻ രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ. ഹൂറുൽ ഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ. ഹൂറുൽ ഹിസാനടുത്തെപ്പോഴും ഇരിക്കുന്നതാ. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുള്ളതാ. അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീല് പോലും അമ്പരം നീട്ടുണ്ട്. അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീല് പോലും അമ്പരം നീട്ടുണ്ട്. അത്രമേൽ സൗന്ദര്യവതികളായ ഹൂറികളായ പെണ്ണുങ്ങളുടെ താരാട്ടുകേറ്റ് നിസ്കരിച്ച് കൃത്യമായി നിസ്കരിച്ചവൻ, കള്ളു കുടിക്കാത്തവൻ, പലിശ മേടിക്കാത്തവൻ, വ്യഭിചരിക്കാത്തവൻ, അള്ളാനെ പേടിച്ച് ജീവിച്ചവൻ, അവന് സകാത്ത് കൃത്യമായി കൊടുത്തവൻ, ഒരൊറ്റ ആലിമിനെയും തെറി പറയാതെ ജീവിച്ചവൻ, ഒരൊറ്റ തങ്ങളെയും അനാദരിക്കാതെ ജീവിച്ചവൻ, അവന് അല്ലാഹു നാളെ മനോഹരമായ പെങ്ങളെ, പൊന്നു പെങ്ങളെ, ഔറത്തു മറച്ച് ജീവിച്ചവളാണോ നീ? 5 നേരം കൃത്യമായി നിസ്കരിച്ചവളാണോ? നിന്റെ ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ചവളാണോ? എന്നാൽ നിന്നെയും സ്വർഗം കാത്തിരിക്കുകയാണ്, നിന്നെയും സ്വർഗം കാത്തിരിക്കുകയാണ്. ആ മനോഹരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ആ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് സ്വർഗവാസിയായ ഒരു ഭാര്യയായി നിങ്ങളുടെ ഭർത്താവിനോട് ഒന്നിച്ച് സ്വർഗത്തിൽ കഴിയാം. അന്നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പദവി എത്രയാ? ഹൂറികളായ പെണ്ണുങ്ങൾ പോലും അസൂയപ്പെട്ടു പോകും. ഹൂറികളായ പെണ്ണുങ്ങൾ പോലും നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ടു പോകും. അത്രമേൽ വലിയ സൗന്ദര്യമുള്ളവരായിരിക്കും നിങ്ങൾ, അത്രമേൽ നല്ല പരിമളമുള്ളവരായിരിക്കും നിങ്ങൾ, അത്രമേൽ വലിയ മഹത്വമുള്ളവരായിരിക്കും നിങ്ങൾ. അന്നേരത്തെ ബീവി മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ, മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ
അടക്കമുള്ള മഹദികളായ പെണ്ണുങ്ങൾ, അവര് ഹൂറികളായ പെണ്ണുങ്ങൾ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവര് പറയുകയാണ്, ഹൂറികളെ, നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ പടച്ചവരാ, നിങ്ങള് സൗന്ദര്യധാമങ്ങളായി നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ തന്നെ പടച്ചവരാ, നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് മേലെയാ ഞങ്ങളുള്ളത്, 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് മേലെയാ ഞങ്ങളുള്ളത്, ഞങ്ങൾ സ്വർഗത്തിലെ സ്ത്രീകളാ. കാരണം ഞങ്ങൾ ദുനിയാവിൽ വ്യഭിചരിക്കാത്തവരാ, കള്ളുകുടിക്കാത്തവരാ, ഞങ്ങളുടെ ഭർത്താവിന്റെ അസംതൃപ്തി സമ്പാദിക്കാത്തവരാ, അന്യപുരുഷനോടൊത്ത് ഞങ്ങള് രതിസല്ലാപം നടത്താത്തവരാ, ഞങ്ങൾ തോന്നിവാസങ്ങളിൽ ഏർപ്പെടാത്തവരാ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ആണ് ഞങ്ങൾ സ്വർഗത്തിലെത്തിയത്. അതുകൊണ്ട് സ്വർഗത്തിലെ ഹൂറികളെ, നിങ്ങളെക്കാൾ ഞങ്ങൾ 1, 2, 3 സ്റ്റെപ്പ് മേലെയാ എന്ന് സ്വർഗീയ റാണിമാരായ പെൺകൊടിമാരോട് സ്വർഗത്തിലെ രാജകുമാരിമാരായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള, ബീവി ആസിയ റളിയല്ലാഹു അൻഹ അടക്കമുള്ള, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദികൾ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദികൾ ആ സ്ത്രീകളോട് സംവദിക്കുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ സ്വർഗം നിങ്ങൾക്ക് വേണോ, അതല്ല കത്തിക്കാളുന്ന ഭീകരമായ നരകം നിങ്ങൾക്ക് വേണോ? ഞാൻ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. തിന്മയുടെ വഴി ഏതാണെന്ന് കാണിച്ചു തന്നു, നന്മയുടെ വഴി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നാം സെലക്ട് ചെയ്യുക, നന്മയുടെ വഴിയെ നമ്മൾ സഞ്ചരിക്കുക, തിന്മയുടെ വഴിയോട് ഞാനും നിങ്ങളും വിട പറയുക. അല്ലാഹു നമുക്കതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ധാരാളം തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ജീവിതം വളരെ ചെറിയ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ട ജനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ സ്വതക്ക കൊടുത്തേക്കാം, ഞാൻ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളാം എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയം അത് എപ്പോഴാന്ന് നമുക്ക് പറയാനേ അറിയില്ല. സുബ്ഹാനല്ലാഹ്, എപ്പോഴും മരിക്കും. ഖുറാത്തങ്ങൾ, സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ, ഖുറാ സാദാത്തുക്കൾ, അവിടുന്ന് ഒരു സംഭവം പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു മനുഷ്യൻ രോഗിയായി കിടന്ന മനുഷ്യന്റെ അടുത്തേക്ക് അന്നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹം കാണാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദിനോട് ആ രോഗിയായ മനുഷ്യൻ പറഞ്ഞു, ഏതായാലും ഉസ്താദെ, ഞാൻ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിക്കാൻ വരേണ്ടത് നിങ്ങളാണ്. അങ്ങനെ വസിയത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. മകൻ വളരെ ബന്ധപ്പെട്ട് തന്ത്രപ്പാടിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തി. ഉസ്താദ് വളരെ ദൂരം യാത്ര ചെയ്ത് ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ജനാസ കുളിപ്പിക്കാനെത്തി. വസിയത്ത് പോലെ അദ്ദേഹം അത് നിർവഹിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ജനാസ എടുത്ത് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്. ജനങ്ങൾ നടക്കുന്ന കൂട്ടത്തിലാ ജനാസ കുളിപ്പിച്ച ഉസ്താദും ആ ജനാസയോടൊപ്പം അനുഗമിച്ചു പോകുകയാണ്. സഹോദരങ്ങളെ, ഖുറാ സാദാത്തുക്കൾ പറയുകയാണ്, ആ മനുഷ്യനതാ ആ ജനാസ കൊണ്ടുപോകുന്ന വഴിമധ്യേ ഹൃദയം പൊട്ടി മരണപ്പെട്ടു പോകുകയാണ്. ആ ജനാസ ആരാണോ കുളിപ്പിച്ചത്, ആ മനുഷ്യൻ ആലോചിച്ചിട്ടില്ല, റബ്ബേ, ഇന്ന് ഞാൻ മരണപ്പെടുന്ന ദിവസമാണെന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ആ ജനാസയെ കുളിപ്പിച്ചപ്പോൾ ആലോചിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോകുന്നു. മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളുകളുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കൾ അവിടുത്തെ വഅദിന്റെ മജ്ലിസുൽ ദുആയുടെ സദസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് എപ്പോൾ എന്ത് സംഭവിക്കാം,
അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരണം. നമുക്ക് ഈ മജ്‌ലിസ് ഇവിടെ പര്യവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരണം. അള്ളാഹു നമ്മൾ പറഞ്ഞത് കേട്ടതും ഒക്കെ കബൂലാക്കുമാറാകട്ടെ. ഇനിയും സുദീർഘമായി സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് സമയമായി ഇവിടെ ഈ പരിപാടി സ്റ്റാർട്ടായിട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വാ. നല്ല പ്രായമുള്ള ഉപ്പമാരുണ്ട്, അവരെഴുന്നേറ്റ് വരണ്ട, അവരവിടെ തന്നെ ഇരുന്നാൽ മതി. നല്ല ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഈ മജ്‌ലിസിൽ അടുത്തേക്ക് വരണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ.